ജിമ്മിൽ പോകാറുണ്ടോ? അവർ മനോജിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അടുത്ത മാസം ലണ്ടനിലേക്ക് പോകുമോ? നീ അവിടെ പോകണം. നിനക്ക് അവൻ്റെ കൂടെ പോകാൻ കഴിയോ? ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് അല്ലേ? പോവുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഏതാ വാക്ക്? ഗോ. ഇന്ന് നമുക്ക് ഗോ എന്ന വാക്ക് വ്യത്യസ്ത ടെൻസുകളിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ധാരാളം സെൻറ്റൻസുകൾ പഠിക്കാം. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഗോ ടു ഓഫീസ് എവറി ഡേ. എങ്ങനെയാണ് പറയുക? ഐ ഗോ ടു ഓഫീസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകാറുണ്ട്. ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറുണ്ട്. ടു ഓഫീസ്, ഓഫീസിലേക്ക്. എവരി ഡേ, എവരി ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകാറുണ്ട്. ഇനി അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. എങ്ങനെയാണ് പറയുക? ഹീ ഗോസ് ടു സ്കൂൾ എവരി ഡേ. എങ്ങനെയാണ്? ഹീ ഗോസ് ടു സ്കൂൾ എവരി ഡേ. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഗോസ് എന്ന് ഉപയോഗിച്ചത്. ഗോ എന്ന വേർബിൻ്റെ കൂടെ ES ചേർത്ത് ഗോസ് എന്നാക്കി മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും. തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഐ ആണ്. ഐ എന്ന് പറഞ്ഞാലും ഒരാളല്ലേ ഉള്ളൂ, സിംഗുലർ ആണ് എന്ന് നമുക്ക് തോന്നും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഗോ എന്ന് മാത്രം ഉപയോഗിച്ചത്? ഗോസ് എന്ന് ഉപയോഗിക്കാതെ ഗോ എന്ന് മാത്രം ഉപയോഗിച്ചത്? അതിന് കാരണം സബ്ജക്റ്റ് ഐ ആകുമ്പോൾ അവിടെ ഗോ എന്ന് ഉപയോഗിച്ചാൽ മതി, ഗോസ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ മറ്റ് ഏത് സിംഗുലർ സബ്ജക്റ്റ് വന്നാലും ഹി, ഷീ, ഒരാളുടെ പേര്, ഇങ്ങനെയുള്ള ഏത് സിംഗുലർ സബ്ജക്റ്റ് വന്നാലും ഗോ എന്ന് പോരാ, ഗോസ് എന്ന് തന്നെ ഉപയോഗിക്കണം. അപ്പോഴാണ് പോകാറുണ്ട് എന്നർത്ഥം കിട്ടുള്ളൂ. ഇനി നമുക്ക് പ്ലൂരൽ സബ്ജക്റ്റ് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. അതായത് ബഹുവചന സബ്ജക്റ്റുകൾ. ഞങ്ങൾ എല്ലാ മാസവും ബാംഗ്ലൂരിലേക്ക് പോകാറുണ്ട്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വി ഗോ ടു ബാംഗ്ലൂർ എവരി മന്ത്. എങ്ങനെയാണ്? വി ഗോ ടു ബാംഗ്ലൂർ എവരി മന്ത്. ഞങ്ങൾ എല്ലാ മാസവും ബാംഗ്ലൂരിലേക്ക് പോകാറുണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണ്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. അത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, ബഹുവചനമാണ്, പ്ലൂരൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഗോ എന്നാണ് ഉപയോഗിക്കേണ്ടത്, ഗോസ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഐ ആകുമ്പോഴും ഗോ എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഗോസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്, ഗോ എന്ന് ഉപയോഗിക്കരുത്. ഇനി പോകാറുണ്ടോ എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഉദാഹരണത്തിന്, നീ ജിമ്മിൽ പോകാറുണ്ടോ? എങ്ങനെയായിരിക്കും ചോദിക്കുക? ഡു യു ഗോ ടു ദ ജിം. എങ്ങനെയാണ്? ഡു യു ഗോ ടു ദ ജിം. നീ ജിമ്മിൽ പോകാറുണ്ടോ? ഇനി നമുക്ക് ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിച്ച് നോക്കാം. അവൾ എല്ലാ ദിവസവും ജോലിക്ക് പോകാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡസ് ഷീ ഗോ ടു വർക്ക് എവരി ഡേ. എങ്ങനെയാണ്? ഡസ് ഷീ ഗോ ടു വർക്ക് എവരി ഡേ. അവൾ എല്ലാ ദിവസവും ജോലിക്ക് പോകാറുണ്ടോ? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഒരാളല്ലേ ഉള്ളൂ, അത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ഡസ് ഉപയോഗിച്ചത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഡസ് എന്ന സഹായക ക്രിയ ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോൾ ഡു എന്ന സഹായക ക്രിയയുമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കൂ, തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ ഡു യു ഗോ ടു ദ ജിം എന്നാണ്. അവിടെ യു എന്ന സബ്ജക്റ്റ് നീ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് ഒരാളെ ഉദ്ദേശിച്ചാണ്. എന്നിട്ടും ഡു എന്ന സഹായക ക്രിയയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യു എന്നുള്ളത് ഒരാളെ ഉദ്ദേശിച്ചാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളെ ഉദ്ദേശിച്ചാണെങ്കിലും എപ്പോഴും പ്ലൂരലായിട്ട് വേണം കണക്കാക്കാനേ. അപ്പോൾ ഡു എന്ന സഹായക ക്രിയ വേണം ഉപയോഗിക്കേണ്ടത്. ഇനി പോകാറില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഉദാഹരണത്തിന്, ഞാൻ ജിമ്മിൽ പോകാറില്ല എന്നെങ്ങനെയാണ് പറയേണ്ടത്? ഐ ഡോണ്ട് ഗോ ടു ദ ജിം. എങ്ങനെയാണ്? ഐ ഡോണ്ട് ഗോ ടു ദ ജിം. ഞാൻ ജിമ്മിൽ പോകാറില്ല. ഇനി അവൾ എല്ലാ ദിവസവും ജോലിക്ക് പോകാറില്ല. എങ്ങനെയാണ് പറയേണ്ടത്? ഷീ ഡസൻറ്റ് ഗോ ടു വർക്ക് എവരി ഡേ. എങ്ങനെയാണ് പറയേണ്ടത്? ഷീ ഡസൻറ്റ് ഗോ ടു വർക്ക് എവരി ഡേ. അവൾ എല്ലാ ദിവസവും ജോലിക്ക് പോകാറില്ല. അപ്പോൾ ഞാൻ പോകാറില്ല എന്നുള്ളതിനെ ഐ ഡോണ്ട് ഗോ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോഴും സബ്ജക്റ്റ് ഐ ആകുമ്പോഴും ഡോണ്ട് ഗോ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഡോണ്ട് ഗോ എന്നല്ല ഡസൻറ്റ് ഗോ എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഷീ ഡസൻറ്റ് ഗോ എന്ന് ഉപയോഗിച്ചത്. ഇനി നീ എപ്പോഴാണ് ജോലിക്ക് പോകാറുള്ളത് എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക?
വെൻ ഡു യു ഗോ ടു വർക്ക്? എങ്ങനെയാണ്? വെൻ ഡു യു ഗോ ടു വർക്ക്? നീ എപ്പോഴാണ് ജോലിക്ക് പോകാറുള്ളത്? ഇനി നമുക്ക് ഇവിടത്തെ യു എന്ന സബ്ജക്റ്റ് മാറ്റി സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിച്ച് നോക്കാം. അവൾ എപ്പോഴാണ് ജോലിക്ക് പോകാറുള്ളത്? എങ്ങനെ ചോദിക്കാം? വെൻ ഡസ് ഷീ ഗോ ടു വർക്ക്? എങ്ങനെയാണ്? വെൻ ഡസ് ഷീ ഗോ ടു വർക്ക്? അവൾ എപ്പോഴാണ് ജോലിക്ക് പോകാറുള്ളത്? അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഡസ് എന്ന ഓക്സിലറി വേർബ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ഡു എന്ന ഓക്സിലറി വേർബും ഉപയോഗിക്കുക. ഇനി ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയുക? ഐ ആം ഗോയിങ് ടു സ്കൂൾ. എങ്ങനെയാണ്? ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് രീതിയിലും അർത്ഥം പറയാം. ഇനി അവൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോവുകയാണ് എങ്ങനെയാണ് പറയുക? ഷീ ഈസ് ഗോയിങ് ടു ഓഫീസ്. എങ്ങനെയാണ്? ഷീ ഈസ് ഗോയിങ് ടു ഓഫീസ്. അവൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോവുകയാണ്. ഇനി അവർ മനോജിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോവുകയാണ് എന്നെങ്ങനെ പറയാ? ദേ ആർ ഗോയിങ് ടു മനോജ് ഹൗസ്. എങ്ങനെയാണ്? ദേ ആർ ഗോയിങ് ടു മനോജ് ഹൗസ്. അവർ മനോജിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഐ ആകുമ്പോൾ ഐ ആം ഗോയിങ് എന്ന് ഉപയോഗിക്കുക. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഈസ് ഗോയിങ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോൾ ആർ ഗോയിങ് എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് ചോദ്യമാക്കുന്നത് എന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. അതായത് അവൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? ഈസിനെ നേരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. ഈസ് ഷീ ഗോയിങ് ടു ഓഫീസ്? എങ്ങനെയാണ്? ഈസ് ഷീ ഗോയിങ് ടു ഓഫീസ്? അവൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഇനി അവർ മനോജിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? എങ്ങനെ പറയാം? ആറിനെ നേരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. ആർ ദേ ഗോയിങ് ടു മനോജ് ഹൗസ്? എങ്ങനെയാണ്? ആർ ദേ ഗോയിങ് ടു മനോജ് ഹൗസ്? അവർ മനോജിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഇനി പോയിക്കൊണ്ടിരിക്കുകയല്ല അല്ലെങ്കിൽ പോവുകയല്ല എന്നെങ്ങനെ പറയാം? നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ആം, ഈസ്, ആർ ഏതാണോ വന്നിട്ടുള്ളത് അതിനോട് കൂടെ നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നെഗറ്റീവായിട്ട് മാറും. അതായത് ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല. എങ്ങനെ പറയാം? ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ. എങ്ങനെയാണ്? ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല. ഇനി അവൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല. എങ്ങനെ പറയാം? ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഓഫീസ്. എങ്ങനെയാണ്? ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഓഫീസ്. ഇനി അവർ മനോജിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല. എങ്ങനെയാണ് പറയേണ്ടത്? ദേ ആർ നോട്ട് ഗോയിങ് ടു മനോജ് ഹൗസ്. എങ്ങനെയാണ്? ദേ ആർ നോട്ട് ഗോയിങ് ടു മനോജ് ഹൗസ്. അവർ മനോജിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല. ഈ രീതിയിൽ പറയാൻ പറ്റും. ഇനി അവർ എന്തിനാണ് മനോജിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് ചോദിക്കാം? എന്തിനാണ് എന്നുള്ളതിന് ഏതാ ഇംഗ്ലീഷിലുള്ള ചോദ്യവാക്ക്? വൈ. വൈ ആർ ദേ ഗോയിങ് ടു മനോജ് ഹൗസ്? എങ്ങനെയാണ് ചോദിക്കുക? വൈ ആർ ദേ ഗോയിങ് ടു മനോജ് ഹൗസ്? അവർ എന്തിനാണ് മനോജിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ഇനി അവൻ ഡൽഹിയിൽ പോയിരിക്കുകയാണ്. ഇങ്ങനെ പറയാ. അതായത് അവനിപ്പോൾ ഡൽഹിയിലാണ് എന്നർത്ഥം. എങ്ങനെയാണ് പറയേണ്ടത്? ഹി ഹാസ് ഗോൺ ടു ഡൽഹി. എങ്ങനെയാണ്? ഹി ഹാസ് ഗോൺ ടു ഡൽഹി. അവൻ ഡൽഹിയിൽ പോയിരിക്കുകയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. അത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാസ് ഗോൺ എന്ന് ഉപയോഗിച്ചത്. ഇനി നമുക്ക് പ്ലൂരൽ സബ്ജക്റ്റ് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. അവർ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാ? ദേ ഹാവ് ഗോൺ ടു സ്കൂൾ. എങ്ങനെയാണ്? ദേ ഹാവ് ഗോൺ ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹാസ് ഗോൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോൾ ഹാവ് ഗോൺ എന്നും ഉപയോഗിക്കാം. ഇനി ഞാൻ ഇന്നലെ അവൻ്റെ വീട്ടിലേക്ക് പോയി അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. എങ്ങനെയാണ് പറയുക? ഐ വെൻറ്റ് ടു ഹിസ് ഹൗസ് യെസ്റ്റർഡേ. എങ്ങനെയാണ്? ഐ വെൻറ്റ് ടു ഹിസ് ഹൗസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അല്ലെങ്കിൽ പോയി. വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം. ഗോ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് വെൻറ്റ്. ഐ വെൻറ്റ് ഞാൻ പോയി അല്ലെങ്കിൽ ഞാൻ പോയിരുന്നു. ടു ഹിസ് ഹൗസ് അവൻ്റെ വീട്ടിലേക്ക്. യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഞാൻ ഇന്നലെ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഇവിടെ സബ്ജക്റ്റ് ഏതായാലും സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും വെൻറ്റ് എന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി പോയിരുന്നോ എന്നെങ്ങനെ ചോദിക്കാം? അല്ലെങ്കിൽ പോയോ എന്നൊക്കെ എങ്ങനെ ചോദിക്കാം? അതായത് നീ ഇന്നലെ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോയോ എങ്ങനെയാണ് ചോദിക്കുക?
ഡിഡ് യു ഗോ ടു ഹിസ് ഹൗസ് യെസ്റ്റർഡേ? എങ്ങനെയാണ്? ഡിഡ് യു ഗോ ടു ഹിസ് ഹൗസ് യെസ്റ്റർഡേ? നീ ഇന്നലെ അവൻ്റെ വീട്ടിലേക്ക് പോയോ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നോ? ഇനി ഞാൻ ഇന്നലെ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നില്ല എന്നെങ്ങനെയായിരിക്കും പറയാ? ഐ ഡിഡിൻറ്റ് ഗോ ടു ഹിസ് ഹൗസ് യെസ്റ്റർഡേ. എങ്ങനെയാണ്? ഐ ഡിഡിൻറ്റ് ഗോ ടു ഹിസ് ഹൗസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നില്ല. ഇവിടെയും സബ്ജക്റ്റ് ഏതായാലും, സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും പോയിരുന്നില്ല എന്നർത്ഥം കിട്ടുന്നതിന് ഡിഡിൻറ്റ് ഗോ എന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി നീ ഇന്നലെ എന്തുകൊണ്ട് അവൻ്റെ വീട്ടിൽ പോയില്ല അല്ലെങ്കിൽ പോയിരുന്നില്ല എന്നെങ്ങനെയാണ് പറയേണ്ടത്? വൈ ഡിഡിൻറ്റ് യു ഗോ ടു ഹിസ് ഹൗസ് യെസ്റ്റർഡേ? എങ്ങനെയാണ്? വൈ ഡിഡിൻറ്റ് യു ഗോ ടു ഹിസ് ഹൗസ് യെസ്റ്റർഡേ? നീ ഇന്നലെ എന്തുകൊണ്ട് അവൻ്റെ വീട്ടിൽ പോയില്ല അല്ലെങ്കിൽ പോയിരുന്നില്ല. വൈ ഡിഡിൻറ്റ് യു ഗോ എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ട് പോയില്ല എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. എങ്ങനെയാണ് പറയാ? ഷീ വാസ് ഗോയിങ് ടു ഹെർ ഹൗസ്. എങ്ങനെയാണ്? ഷീ വാസ് ഗോയിങ് ടു ഹെർ ഹൗസ്. അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഒരാളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വാസ് എന്ന് ഉപയോഗിച്ചത്. ഇനി നമുക്ക് പ്ലൂരൽ സബ്ജക്റ്റ് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. അതായത് അവർ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു. എങ്ങനെയാണ് പറയേണ്ടത്? ദേ വേർ ഗോയിങ് ടു കാലിക്കറ്റ്. എങ്ങനെയാണ്? ദേ വേർ ഗോയിങ് ടു കാലിക്കറ്റ്. അവർ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വാസ് ഗോയിങ് എന്ന് ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോൾ വേർ ഗോയിങ് എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് പോവുകയായിരുന്നോ എന്നെങ്ങനെയാണ് ചോദിക്കുക എന്ന് നോക്കാം. അതായത് അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നോ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? വാസിനെ നേരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. വാസ് ഷീ ഗോയിങ് ടു ഹെർ ഹൗസ്. എങ്ങനെയാണ്? വാസ് ഷീ ഗോയിങ് ടു ഹെർ ഹൗസ്. അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നോ? ഇനി അവർ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. വേറിനെ നേരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. വേർ ദേ ഗോയിങ് ടു കാലിക്കറ്റ്. എങ്ങനെയാണ്? വേർ ദേ ഗോയിങ് ടു കാലിക്കറ്റ്. അവർ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നോ? ഇനി പോവുകയായിരുന്നില്ല എന്നെങ്ങനെയാണ് പറയേണ്ടത്? അതായത് അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നില്ല. എങ്ങനെ പറയാ? വാസിനോട് കൂടെ നോട്ട് ചേർക്കുക. ഷീ വാസിൻറ്റ് ഗോയിങ് ടു ഹെർ ഹൗസ്. എങ്ങനെയാണ്? ഷീ വാസിൻറ്റ് ഗോയിങ് ടു ഹെർ ഹൗസ്. അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നില്ല. ഇനി അവർ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നില്ല എന്നെങ്ങനെയാണ് പറയേണ്ടത്? ദേ വേറിൻറ്റ് ഗോയിങ് ടു കാലിക്കറ്റ്. എങ്ങനെയാണ്? ദേ വേറിൻറ്റ് ഗോയിങ് ടു കാലിക്കറ്റ്. അവർ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നില്ല. ഇനി അടുത്തത്, അവൻ അടുത്ത മാസം ലണ്ടനിലേക്ക് പോകും. എങ്ങനെയാണ് പറയാ? ഹി വിൽ ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് മന്ത്. എങ്ങനെയാണ്? ഹി വിൽ ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് മന്ത്. അവൻ അടുത്ത മാസം ലണ്ടനിലേക്ക് പോകും. ഹി വിൽ ഗോ എന്ന് പറഞ്ഞാൽ അവൻ പോകും. ഇവിടെയും സബ്ജക്റ്റ് ഏത് വന്നാലും, സിംഗുലർ വന്നാലും പ്ലൂരൽ വന്നാലും പോകും എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി വിൽ ഗോ എന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി പോകുമോ എന്നെങ്ങനെയാണ് ചോദിക്കുക? അതായത് അവൻ അടുത്ത മാസം ലണ്ടനിലേക്ക് പോകുമോ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? വില്ലിനെ നേരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. വിൽ ഹി ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് മന്ത്. എങ്ങനെയാണ്? വിൽ ഹി ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് മന്ത്. അവൻ അടുത്ത മാസം ലണ്ടനിലേക്ക് പോകുമോ? ഇനി അവൻ അടുത്ത മാസം ലണ്ടനിലേക്ക് പോകില്ല എന്നെങ്ങനെ പറയാ? വില്ലിനോട് കൂടെ നോട്ട് ചേർക്കുക. ഹി വിൽ നോട്ട് ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് മന്ത്. ഇങ്ങനെ പറയാ, ഹി വിൽ നോട്ട് ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് മന്ത്. വിൽ നോട്ടിന് ചുരുക്കി വോണ്ട് എന്നും പറയാം. അതായത് ഹി വോണ്ട് ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് മന്ത് എന്നും പറയാം. അവൻ അടുത്ത മാസം ലണ്ടനിലേക്ക് പോകില്ല. ഇനി അടുത്തത്, നീ അവിടെ പോകണം എന്നെങ്ങനെ പറയാ? യു ഷുഡ് ഗോ ദെയർ. എങ്ങനെയാണ്? യു ഷുഡ് ഗോ ദെയർ. നീ അവിടെ പോകണം. ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഷുഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. യു ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ നീ പോകണം. ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ. യു ഷുഡ് ഗോ ദെയർ. നീ അവിടെ പോകണം. ഇനി ഞാൻ അവിടെ പോകണോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഷുഡ് ഐ ഗോ ദെയർ. എങ്ങനെയാണ്? ഷുഡ് ഐ ഗോ ദെയർ. ഷുഡിനെ നേരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. ഷുഡ് ഐ ഗോ ദെയർ. ഞാൻ അവിടെ പോകണോ? ഇനി നീ അവിടെ പോകരുത് എങ്ങനെയാണ് പറയേണ്ടത്? ഷുഡിനോട് കൂടെ നോട്ട് ചേർക്കുക. യു ഷുഡ് നോട്ട് ഗോ ദെയർ. എങ്ങനെയാണ്? യു ഷുഡ് നോട്ട് ഗോ ദെയർ. നീ അവിടെ പോകരുത്.
ഇനി അടുത്ത സെന്റൻസ്, നിനക്ക് അവന്റെ കൂടെ ഒന്ന് പോകാൻ കഴിയോ? എങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ യു ഗോ വിത്ത് ഹിം. എങ്ങനെയാണ്? ക്യാൻ യു ഗോ വിത്ത് ഹിം. നിനക്ക് അവന്റെ കൂടെ പോകാൻ കഴിയോ? ഇനി എനിക്ക് അവന്റെ കൂടെ പോകാൻ കഴിയും എന്നെങ്ങനെ പറയാ? ഐ ക്യാൻ ഗോ വിത്ത് ഹിം. എങ്ങനെയാണ്? ഐ ക്യാൻ ഗോ വിത്ത് ഹിം. എനിക്ക് അവന്റെ കൂടെ പോകാൻ കഴിയും. ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ക്യാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഐ ക്യാൻ ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ കഴിയും. വിത്ത് ഹിം, അവന്റെ കൂടെ. ഈ സെന്റൻസുകളെല്ലാം നന്നായി പഠിക്കുക. കാരണം ഇവ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസുകളാണ്. ഇവ നന്നായി പഠിച്ച് സന്ദർഭമനുസരിച്ച് നിങ്ങളുടെ സംഭാഷണത്തിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിനു മുമ്പും ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വേർബ് വ്യത്യസ്ത ടെൻസിൽ ഉപയോഗിക്കുന്ന വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എ വേർബ് ഇൻ ഡിഫറെൻറ്റ് ടെൻസസ് എന്ന പേരിലെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.